കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളം നിറയ്ക്കാൻ വിട്ടുപോയെന്നാണ് വന്ദേ ഭാരത് ജീവനക്കാരുടെ പ്രതികരണമെന്ന് യാത്രക്കാർ. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുലിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് ചില പ്രതികരണങ്ങളുണ്ട്, യാത്രക്കാരുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് വിളിക്കുവാണ്. ഇവിടെ നിന്ന് സെർവ് ചെയ്തേക്കുന്ന ഫുഡിൽ ഒരു ക്വാളിറ്റി ഇല്ല. ചപ്പാത്തി ഒന്നും സെർവ് ചെയ്തിട്ടില്ല. കിട്ടിയ സാധനത്തിന് വളരെ മോശം. വെള്ളം പോലും ഇല്ല. എല്ലാവർക്കും വെള്ളം തന്നിട്ടില്ല. ഒരല്പം ഫുഡ് മാത്രമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ കഴിച്ചാൽ ഒന്നും ആവാത്ത രീതിയിലുള്ള ഫുഡാണ്. അതുപോലെ ഉള്ള ഫുഡിനകത്ത് മോശം ഫുഡാണ്. എന്നുവെച്ചാൽ അവർ പാൻട്രി മാനേജർമാർ വന്നു. അതിപ്പോൾ ഇപ്പം റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നതെന്നാണ് ഇവർ വിളിച്ചു തന്ന തിരുവനന്തപുരത്തെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു. വൈകുന്നേരം രാത്രി 7:30 മണിക്ക് എറണാകുളത്ത് കയറി. ഇത്രയും നേരം ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല. വെള്ളം കയറ്റാൻ വിട്ടുപോയി എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാന്ന് പറ്റില്ല. കാര്യം വളരെയധികം കൂടി ഹൈ ലെവൽ ചാർജ് കൊടുത്താണ് ഇതിൽ കയറുന്നത്. ആ സുഖസൗകര്യങ്ങൾക്ക് ഉദ്ദേശിച്ചാണ് അതിൽ കയറുന്നത്. ഇപ്പോൾ കുടിവെള്ളം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറിയ യാത്രക്കാർക്കാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, കുടിവെള്ളം നിറയ്ക്കാനൊക്കെ വിട്ടുപോയി എന്ന് പറയുന്നതൊക്കെ ഏത് തരത്തിലുള്ള ന്യായീകരണം എന്നുള്ളതാണ്. ശരിയാണ്, സമയം കുറവാണ്. എങ്കിലും ഇത്രയും മണിക്കൂറുകളോളം വെള്ളം കിട്ടാതെ ആളുകൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ? ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടി? പക്ഷേ സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിൽ ആളുകൾ യാത്ര ചെയ്യുന്നതും ടിക്കറ്റ് എടുക്കുന്നതും അതിൽ കൂടുതൽ സംവിധാനങ്ങളും സുരക്ഷയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ഇന്ന് കാസർഗോഡ് നിന്ന് വൈകുന്നേരം പുറപ്പെട്ട ട്രെയിൻ നമ്പർ 20-633 വന്ദേ ഭാരത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണ്. ഈ ട്രെയിനിലാണ് ഇന്ന് കുടിവെള്ളം പോലും ആളുകൾക്ക് നൽകത്തക്ക തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം കാസർഗോഡ് എക്സ്പ്രസ് ഉള്ളവരാണ് കുടിവെള്ളമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്തത്. കുടിവെള്ളം കയറ്റാൻ വിട്ടുപോയതാണ് കാരണമെന്നാണ് വന്ദേ ഭാരത് ജീവനക്കാർ, പാൻട്രി ജീവനക്കാർ പറയുന്നതായിട്ടാണ് യാത്രക്കാർ പറയുന്നത്. യാത്രക്കാർ അതിൽ പ്രതികരണം നമുക്ക് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. വെള്ളവും ഭക്ഷണവും കയറ്റുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് റെയിൽവേയുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ പലപ്പോഴായി പരാതികൾ പല സമയത്തായി ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. അതിൽ ഈ ജീവനക്കാർ തന്നെ ഈ വിഷയം ഇങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. കുടിവെള്ളം കയറ്റാൻ വിട്ടുപോയി എന്നുള്ളൊരു ന്യായീകരണമാണ്. അപ്പോഴും ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത ആളുകൾക്കുണ്ടായ ദുരിതം, ബുദ്ധിമുട്ട് അത് വളരെ വലുതാണ്. എറണാകുളത്ത് നിന്ന് കയറിയ ഒരാളാണ് നമ്മൾ പ്രതികരിച്ചത്. കാസർഗോഡ് നിന്ന് കയറിയ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ പെട്ട് നിൽക്കാം. പക്ഷേ ഈ കുടിവെള്ളമില്ലാതെ ഇത്രയും മണിക്കൂറുകൾ 2:30-ക്കാണ് ഈ വന്ദേ ഭാരത് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നത്. 2:30-ക്ക് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് 10:40-10:39 എത്തി ട്രെയിനിൽ നിന്ന്. ഈ സമയത്താണ് എത്തിച്ചേരുന്നത്. ഇത്രയും മണിക്കൂർ ആകെ 10 സ്റ്റോപ്പുകളാണ് വന്ദേ ഭാരതിനുള്ളത്. കാസർഗോഡ് നിന്ന് കയറിയ പിന്നീട് 9 ഇടങ്ങളിലാണ് ട്രെയിൻ നിർത്തുക. പക്ഷേ വന്ദേ ഭാരതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വന്ദേ ഭാരത് അല്ല, ഏത് ട്രെയിൻ ആണെങ്കിലും പെട്ടെന്ന് എടുത്തു പോരും. അതുകൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങി വെള്ളം വാങ്ങുകയും അത്ര എളുപ്പമല്ല. സാധാരണഗതിയിൽ ഗോകുൽ പറഞ്ഞ പോലെ വന്ദേ ഭാരതിൽ കയറിയാൽ തന്നെ കുടിവെള്ളം കിട്ടും, അതിൽ മാത്രമല്ല അതിൽ ചായ കിട്ടും. എന്ന് പലതരത്തിൽ അവർ നമ്മളെ നല്ല സർവീസാണ് വന്ദേ ഭാരതിലുള്ള, അതിനുള്ള തുക അവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയും മണിക്കൂറുകളോളം ആളുകൾ വെള്ളം കിട്ടാണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായും ഈ മുൻകൂട്ടി ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളവും ഓർഡർ ചെയ്യാനുള്ള ഒരു സംവിധാനം വന്ദേ ഭാരതിലുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്തവർക്ക് വന്നത് അല്പം ഭക്ഷണം മാത്രമാണ്. അവർ ബുക്ക് ചെയ്ത ഭക്ഷണം എത്തിയതുമില്ല എന്നുള്ളതാണ്. ഇതിലാണ് അവരുടെ ഈ ന്യായീകരണം. കുടിവെള്ളം കയറ്റാൻ അല്ലെങ്കിൽ ഭക്ഷണം കയറ്റാൻ വിട്ടുപോയി എന്നുള്ളൊരു ന്യായീകരണം വരുന്നത്. എന്നാൽ പുനർസജ്ജീകരണം, മറ്റെന്തെങ്കിലും ഒരു സജ്ജീകരണം ഉണ്ടാക്കേണ്ടിയിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. വിവിധ സ്റ്റേഷനുകൾ താണ്ടി തിരുവനന്തപുരത്ത് എത്തിയ ആളുകൾ ഈ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ കാസർഗോഡ് നിന്ന് കയറിയ ആളുകളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുടിവെള്ളം പോലും ഇല്ലാതെ ഭക്ഷണം കൊടുത്തു, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ചിലർക്ക് ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് ഭക്ഷണവും കിട്ടിയില്ല, മുൻകൂട്ടി ഓർഡർ ചെയ്ത ഭക്ഷണവും കിട്ടിയില്ല. കൊടുത്ത ഭക്ഷണം വലിയ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം കൂടി ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. അതും തികഞ്ഞ ക്വാളിറ്റിയിലല്ല കൊടുത്തതെന്നുള്ളതാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകൾ ഇന്ന് 10 മണിയോടുകൂടി 10:30 ഈ തിരുവനന്തപുരത്ത് എത്തിയതെന്നുള്ളതാണ്. കാസർഗോഡ് നിന്ന് സഞ്ചരിച്ച ആളുകൾ സ്വാഭാവികമായും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ട് 2 മണിക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കുടിവെള്ളം പ്രതിസന്ധി അത്തരത്തിൽ രൂക്ഷമായി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും റെയിൽവേ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും എന്ന് കരുതുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു
തെറ്റുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം ഈ വന്ദേ ഭാരത് സ്വാഭാവികമായും നമ്മൾ പറയുന്നത് പോലെ തന്നെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് അതിന്റെ ആ ഒരു കൂടുതൽ സജ്ജീകരണത്തിലും ആളുകളുള്ള ആ ഒരു സർവീസും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് പൊതുജനത്തിന് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ട്രെയിൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് പോലും ഭക്ഷണം എത്തി, അല്ലെങ്കിൽ ഭക്ഷണത്തോടൊപ്പം വെള്ളം എത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ പരാതിയായി പറയുന്നത്. പക്ഷേ ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഈ വന്ദേ ഭാരതിന്റെ ഈ സമയവും കൂടി ഒന്ന് പറയാം. എന്തുകൊണ്ട് ഇവർക്ക് റെയിൽ കയറി വെള്ളം വാങ്ങിക്കൂടാ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന ആളുകളെങ്കിലും ഉണ്ടാകും. ഈ ട്രെയിൻ 2:30 കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് പുറപ്പെട്ടാൽ പിന്നെ കണ്ണൂർ 3:29 എത്തി 3:33 കണ്ണൂരിൽ നിന്ന് എടുക്കും. 4:35 കോഴിക്കോട് എത്തിയത്. 4:40 കോഴിക്കോട് നിന്ന് വണ്ടി എടുക്കുന്നു. അത് ഷൊർണൂരാണ് പിന്നെ കുറച്ച് നേരമെങ്കിലും ട്രെയിൻ നിർത്തിയിരുന്ന സമയം. അതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സാകുമോ, ഓടി ഇറങ്ങി വെള്ളം വാങ്ങി വരികയോ ഒന്നും ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പുറത്തിറങ്ങാനും സാധ്യമല്ല. എന്തായാലും ഇതിലിപ്പോൾ വെള്ളം നിറയ്ക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിട്ടുള്ള വിശദീകരണം. കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു.